ഹലോ ഹായ്. നിങ്ങൾ എന്തിനാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്? രാവിലെ വന്നിരുന്ന് ഇവരെന്തിനാണ് ആത്മഹത്യയെക്കുറിച്ച് പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ പലരും ആലോചിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ സ്ത്രീക്ക് എന്താണ് പറ്റിയതെന്ന്. പക്ഷേ എനിക്കൊന്നും പറ്റിയതല്ല. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. അവിടെ സ്ത്രീധന പീഡനത്തിനെ കുറിച്ച് പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു, ഇവിടെ അങ്ങനെ ആത്മഹത്യ ചെയ്തു, ഇവിടെ അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു, ചതിച്ചതുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ആരെ തോൽപ്പിക്കാനാണ് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത്? നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനുമാണ് ഇല്ലായ്മ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക്, അല്ലാതെ ആർക്കാണ് നഷ്ടം? ആർക്കും ഒരു നഷ്ടമില്ല, ആർക്കും ഒരു നഷ്ടം ഉണ്ടാവത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിക്കുന്നതിനെ കുറിച്ച് മാത്രം, കാരണം നമ്മൾ എപ്പോഴും ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ജീവിക്കാനതിൻ്റെ എത്രമാത്രം ഇരട്ടി ധൈര്യം വേണം ആത്മഹത്യ ചെയ്യാൻ. ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പകുതി ധൈര്യം മതി നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ. ഭയങ്കര ഹൈ വിദ്യാഭ്യാസം വേണമെന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ നാൾ 2-3 ദിവസം മുമ്പ് ഒരു വാർത്ത കണ്ട്, വിഭജിക്കുക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതിന്റെ കുഞ്ഞിനെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു. ഇവിടെയല്ല, അത് പുറത്താണ്, ദുബായിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്, MBA കാരിയാണ്. ഞാനൊരു MBA കാരിയാണ്, ഞാൻ പ്രൊഫഷണലാണ്, ഞാൻ അഡ്വക്കേറ്റ് ആണ്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെടും. ജീവിതത്തിൽ എല്ലാ മനുഷ്യരും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അല്ലാണ്ട് നമ്മളൊരു സുപ്രഭാത വീട്ടുകാർ കാശ് തന്നു, അല്ലെങ്കിൽ അവരെല്ലാം ചെയ്തു തന്ന് നമ്മളങ്ങ് പഠിച്ചങ്ങ് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനൊന്നും ആയതല്ല. ഇന്നും ഈ സെക്കൻഡ് ഞാനൊരു പ്രൊഫഷണലാണ്. അപ്പോൾ 11ാമത്തെ വർഷമാണ് ഞാൻ വക്കീലായിട്ട്. എന്നിട്ട് പോലും ഞാൻ ഇന്നും രാവിലെ 50 പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കി, കുറച്ച് ചാരിറ്റിക്കും കുറച്ച് നമ്മുടെ റെസ്റ്റോറൻറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്, ക്ലൗഡ് കിച്ചൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഫുഡ് ഉണ്ടാക്കി രാവിലെ 4:30 മണിക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഓഫീസിൽ വന്നിരുന്ന് നിങ്ങളോട് ഈ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രൊഫഷന് വേണ്ടിയിട്ട് 10 മണിക്ക് ശേഷം ഞാൻ എൻ്റെ പ്രൊഫഷനാണ്. അതിന് മുമ്പ് 10 മണിക്ക് മുമ്പ് എൻ്റെ കിച്ചണിലെ എല്ലാ പരിപാടിയും ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. എന്ത് കഷ്ടപ്പെട്ടിട്ടാലും നമുക്ക് ജീവിക്കാൻ കഴിയും. അല്ലാണ്ട് ഇന്ന് പഴയ കാലത്തെ പോലെ വീട്ടിനകത്ത് ആണുങ്ങൾ നമ്മളെ വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിനകത്ത് ഇരുന്ന് ഉരുകി മരിക്കുന്ന കണക്കൊന്നുമല്ല. ഇന്ന് എന്ത് ജോലി ചെയ്താലും നമുക്ക് കാശ് കിട്ടും. എനിക്കിവിടെ സ്റ്റാഫുണ്ട്, 2 മണിക്കൂർ 2.5 മണിക്കൂറത്തേക്ക് ജോലി ചെയ്യാനല്ല, പുറത്തേക്ക് ഫുഡ് ഡെലിവറിക്ക്. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ആരും ഹെൽപ്പില്ല. ഞാൻ ഒറ്റയ്ക്കും എൻ്റെ ഹസ്ബൻഡ് സഹായിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കിംഗ് ഞാൻ മാത്രമാണ് ചെയ്യുന്നത്. ഈ 40 പേർക്കും 50 പേർക്കും 60 പേർക്കും ഒക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കി ഒറ്റയ്ക്കാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അത് എൻ്റെ ഇഷ്ടം കൊണ്ടാണ്, എൻ്റെ പാഷനാണ് ഫുഡ് ഉണ്ടാക്കൽ. അപ്പം പക്ഷേ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. പക്ഷെ എന്തെല്ലാം ജോലി നമുക്ക് ഈ നാട്ടിൽ ചെയ്യാം അല്ലേ? നമുക്ക് വൈറ്റ് കോളർ ജോബ് മാത്രം തന്നെ ചെയ്തെങ്കിലും മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. നമുക്ക് എല്ലാ തരത്തിലും ജോലി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഗൾഫിൽ നിന്ന് വന്നതാണ്, നമുക്കൊരു തട്ടുകട ചായക്കട ഇടും. അല്ലാണ്ട് ഇത് നമ്മൾ വൈറ്റ് കോളർ ജോബ് നോക്കിയിരുന്നിട്ടോ, എനിക്ക് എയർപോർട്ടിൽ ജോലിയാണ്, ഞാൻ എയർപോർട്ടിൽ വർഷങ്ങളിൽ നിന്നാണ്, അപ്പോൾ എനിക്ക് എയർപോർട്ട് ജോലി കിട്ടിയെങ്കിലേ എനിക്ക് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മറ്റേത് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടിയിട്ടില്ല. നമുക്ക് എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. അല്ലാണ്ട് നമുക്കൊരു വലിയ ജോലി ചെയ്തെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുമെന്നൊന്നുമില്ല. സ്ത്രീകൾക്ക് ഒരു കടയിൽ പോയി നിന്നാലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള കാശ് കിട്ടും. ഏതവനാണ്, ആരെ തോൽപ്പിക്കാനാണ്? അവൻ പോയി നിങ്ങളെ വേണ്ടാന്ന് വെക്കുന്ന ആളിന് ഒരു ദിവസം മുമ്പേ അവൻ പോകാൻ പറ.